ചോറ് പോകണ്ടത് കഴിയട്ടെ. അല്ല ബസ്സിലെ എന്തൊക്കെ വിശേഷം? ഉമ്മ സുഖമായിട്ടിരിക്കുന്ന? ഓ ഒന്നും പറയണ്ട അന്നമ്മ, ഉമ്മാക്ക് സുഖമില്ല. ഷാഹിദ് ആശുപത്രി കൊണ്ടുപോയൊക്കെയാണ്. അതെന്ത്? എന്ത് വരാൻ ദിവസം അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമല്ലേ. എന്നാ ഒരു പെട്ടി ഗുളിക കഴിക്കാനുണ്ട് കൃത്യമായിട്ട്. പൂവാവിനൊരു കുറവില്ല. വറുത്തതും കരിച്ചതും ഒക്കെ അല്ലേ തിന്നുന്നത്. നിന്റെ കെട്ടികളെടുത്ത് പറയണത് കേട്ടോ, ഉമ്മയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വറുത്തതും കരിച്ചതും ഒന്നും കൊടുക്കാൻ നോക്കരുത് കേട്ടാ. ഓ പിന്നെ മരുമക്കള് പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മായിമാര് കേൾക്കുമല്ലോ. അല്ല വന്നെ അമ്മ തള്ളാരെ കൈ കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവര് തിന്നും. അമ്മ കഴിക്കില്ലേ? എന്തോന്ന്? ഏയ് ഇവിടെ മീൻ വറുത്ത അടക്കല്, ഇറച്ചി വറുത്ത അടക്കല്, പിന്നെ അലുവ കൊടുന്നാലത് എല്ലാം വെട്ടി കൊടുക്കും അമ്മ. ഞാൻ കഴിക്കരുത് നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ വിളങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൊരിക്കും. അമ്മനെ കൊണ്ട് പിന്നെ സമാധാനം ഉണ്ടല്ല. ഇത് വറുത്തതും പൊരിച്ചതും ഒക്കെ ഇവിടെ മാറ്റി വെക്കും. അപ്പൊ ഉമ്മ ഇത് കണ്ടാ പറയുവേ എനിക്ക് തരാതെ കെട്ടിയോളും മാപ്പിളയും കൂടി വിളിച്ച് തിന്നെയാണെന്ന് പറയും. പിന്നെ യുദ്ധം തുടങ്ങിയാണ്. അവളുടെ തന്തക്കും തള്ളക്കും അതിന്റെ തള്ളക്കും ഒക്കെ വിളിക്കും. അല്ല ഈ വയസ്സായി വരുമല്ലോ, ഒന്നാമത് അസുഖം, അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതാ. ഞാനിപ്പോ അങ്ങനെയായിട്ട് വേണ്ട മീൻകറി വേണ്ട, സാമ്പാർ ഇത്തിരി കഴിച്ചോ. സാമ്പാർ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ കുറച്ച് കൊടുത്തോ? സാമ്പാർ ഇപ്പൊ ഇത്രയും പോരെ? അല്ല ഇത്രേ ഉള്ളൂ, തീർന്നു. സാമ്പാർ തങ്കത്തിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. എന്താ വെള്ളം കുടി. എന്താണ് ചോറിൽ വല്ല പ്രാണിയും കാണും വീണ. പിന്നെ പ്രാണി എന്താടാ? എന്താണ് മുളകെന്തേലും തരിപ്പ് കയറിയാ? ഇല്ല, ചോറിലൊരു ചെറിയ മുടി കിടന്ന തൊണ്ട കുടുങ്ങിയതാണ്. മുടിയാ? ജവന്തി കനക കുഴപ്പമില്ലടാ, ശരിയായത്. പനിയല്ലേ ഉണ്ടായിരുന്ന? ഇല്ലമ്മ, ഒരു മുടിയേ തൊണ്ടയെ കുടുങ്ങിയ നീളമുള്ള മുടി അവിടെ ഇട്ടിരുന്നത്. കെട്ടി വെച്ചാൽ നിനക്ക് കുഴപ്പം? പലപ്പോഴും പറയുന്നതാണ്, അത് അനുസരിക്കത്തില്ല. കാര്യമില്ലെന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ നീ വാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് മര്യാദക്ക് ചെയ്ത. ആ കനക പോട്ടെ, ഒരു ചെറിയ മുടിയുടെ കാര്യമല്ലേ. മുടിയുടെ കാര്യമല്ലോ, നീ ഇത് നോക്ക്, ഈ മുടി നോക്ക്. ഇവിടെ കെട്ടി വെച്ചാ കുഴപ്പം? ആരുമില്ലാതെ ഞാൻ വേറെ ചോറെടുക്കാം. മതി, എല്ലാ വീട്ടിലും ഉള്ളതാണ് ഇതൊക്കെ വഴക്കുണ്ടാക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാ ഇത് ഇന്നോതിലും തുടങ്ങിയ കേസൊന്നുമല്ലല്ലോ. ഇടയ്ക്കിടക്കുണ്ടാവും, ഒന്നില്ലെങ്കിൽ വീട്ടിലേലും മുറി ഇല്ലെങ്കിൽ ഉപ്പുമാവിലും മുടി. വഴക്കുണ്ടാവില്ലേ? നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ ഞാൻ വന്നിട്ട്. വാ നമുക്ക് കഴിക്കാം. നീ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് കഴിക്കാം. വേണ്ട, നമുക്ക് ഹോട്ടലിൽ കഴിക്കാം. ഇത് കഴിക്കാം പറയണേക്ക്. മുടി കയറി വന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുക്കള കയറുമ്പോ മുടി വാരി പിടിച്ച് കെട്ടണം. അത് ഞാൻ അനുസരിക്കത്തില്ല. അമ്മ ഞാൻ മുടി കെട്ടിട്ട് തന്നെ അടുക്കള കയറാറ്. ഞാൻ കാണുന്നുണ്ട്. ഇതിപ്പോ അമ്മയുടെ മുടിയാന്ന് എനിക്ക് പിന്നെ എന്റെ മുടി ഇങ്ങോട്ട് നോക്കിയാണ് എന്റെ മുടി പൊഴിയുന്നതാണ്. എന്റെ മുടിയൊന്നും പൊഴിയുന്നില്ല. അതോ ഒരു മുടി പൊഴിഞ്ഞാൽ അത് ചുറ്റിക്കെട്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീയൊക്കെയാണ് ഇപ്പോഴത്തെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. എന്റെ മുടിയും പൊഴിയണില്ല. ഞാൻ നല്ല ഒന്നാന്തര എണ്ണയും തേക്കുണ്ട്, ഷാമ്പൂ തേക്കുണ്ട്. നീയൊക്കെ ഈ ചീപ്പെടുത്തിട്ട് വലിക്കുമ്പോഴേ അവിടെ അങ്ങ് ഇട്ടേക്കും. അതങ്ങനെ ചെന്ന് പറഞ്ഞു വീണതായിരിക്കും, അല്ലാതെ എന്റേതൊന്നും അല്ല. അമ്മ എന്റെ മുടി അല്ലെന്ന്. പിന്നെ അല്ലാതെ ഇവിടെ ആരെ മുടിയാ? നിന്റെ മുടി തന്നെ. എനിക്കറിയാം ഇത് ആരുടെ മുടിയാന്ന്. അമ്മയുടെ മോളുടെ മുടിയായിരിക്കും. ആ സാമ്പാറിൽ കൂടി ഇങ്ങോട്ട് വന്നേക്കോ പ്രശ്നം ഉണ്ടാക്കാൻ ആയിരിക്കും. എനിക്കും അങ്ങനെ തോന്നുന്നടി. ഇന്നാളൊരു അവള് പറഞ്ഞ അവളുടെ മുടി പൊഴിയുന്നു നല്ല എണ്ണ കാച്ചി തേക്കണമെന്ന്. കണ്ട ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ അമ്മയുടെ മോളെ കൊണ്ട് ഈ കുടുംബത്തിന് എന്നും പ്രശ്നമുള്ളൂ. പിന്നെ നാണക്കെട്ട് ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ ഈ കറി അവിടെ നിന്ന് എടുക്കണ്ട. ഇനിയിപ്പൊ പോട്ടെ, ഇനി എന്തായാലും ഞാൻ അവിടെ നിന്ന് അവളുടെ ഒരു സാമ്പാർ വേറൊരു സാധനം അവിടുന്ന് എടുത്തുകൊണ്ട് വരാം. അപ്പുറത്ത് ഫാസിലിന് എന്താ വിരുന്നെന്ന് പറയുന്നതായിട്ട് സ്പെഷ്യലും എല്ലാം കാണും. ഉണ്ടെങ്കിൽ ഒരു ചിക്കൻ പീസ് എടുത്തോണ്ട് പിന്നെ വിരുന്ന്. പിന്നെ ഫാസിലിന്റെ വീട് വരെ പോകാൻ പറ്റാത്ത കാരണം കനകം വിളിച്ചോണ്ട് വന്നിട്ടാണ്. അവിടെ കറിയില്ലാന്നോണ്ട് അമ്മ ഇവിടുന്ന് സാമ്പാർ എടുത്തോണ്ട് പോയി. ആ ക്ലീറ്റോന് സാമ്പാർ വേണം, മീൻ വേണം. പപ്പടം ഉണ്ടോ? പപ്പടം ഒന്നുമില്ല, മീൻ വേണം, സാമ്പാർ വേണം. മീൻചാറ് ഒഴിക്ക്. അമ്മ കഴിച്ചാ? അമ്മ കനകനും പാസിലും കഴിച്ച്. നിന്റെ മുടി പൊഴിയുന്നുണ്ടാടി. പിന്നെ മുടി പൊഴിയുണ്ടോ? തല പിടിച്ച് വലിക്കുക ചെയ്യേണ്ടത്. നമ്മളെ മുടിയൊന്നുമല്ല, ദിവസം എണ്ണയൊക്കെ തേച്ച് വെക്കണ മുടി, അത് പൊഴിയൊന്നുമില്ല. എന്തേ മുഖം വളിച്ചിരിക്കണ?
അല്ല അവിടെ ബാസിൽ ചോറിനോണ്ടിരുന്നപ്പോ ഒരു മുടി കിട്ടി. ഞാൻ സാമ്പാർ വിളമ്പിയപ്പോഴാണ് അത് കിട്ടിയത്. അതുകൊണ്ടാണ് അവൻ ഛർദ്ദിച്ച് അവന്റെ പാട് വന്ന്. ഓ അവനാണില്ല അവിടെ പ്രശ്നം ഉണ്ടാക്കാനൊന്നുമില്ല കനകൻ. ഒരു മുടി കണ്ടെങ്കിൽ ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാക്കണെന്താ? അല്ല ഞാൻ നിന്റെ മുടി പിടിച്ചു വലിച്ചത് ഈ സാമ്പാർ വിളമ്പിയപ്പോഴാണ്. അതിലാണ് ഇനി അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോ. സാമ്പാറിൽ മുടിയൊന്നും വീഴൊന്നുമില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുള്ളൂ. പിന്നെ അങ്ങോട്ട് മുടി വീഴല്ലേ? ഒരു നന്മ ചെയ്താ ഇപ്പൊ ഞാൻ കുറ്റക്കാരിയായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മുടി മുടി ഞാൻ വല്ല പുറകെ കൂടി പോകുന്ന നിന്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആഹാരം വേവിക്കുമ്പോൾ സൂക്ഷിച്ച് വേഗണം. മനുഷ്യൻ കഴിക്കണല്ലോ മുടി. ഇത് എങ്ങനെ ഇതിന് മുടി വന്നത്? അവര് പറഞ്ഞ ചുമ്മാ അല്ല. എന്തെങ്കിലും ചെയ്യുമ്പോ വൃത്തിയായിട്ട് എന്റെ മുടിയല്ല, ഇത് ക്ലീറ്റോന്റെ തലേന്ന് എന്റെ മുടി. അമ്മ എവിടെ അത് നീളം മുടി. എന്റെ മുടി ഇതെന്നെ മുടിയാന്നോടി. നോക്കടി എന്റെ മുടി പോലും കണ്ടായത് നിന്റെ മുടിയാണോ? പിന്നെ എന്റേത് തന്നെ. പിന്നെ അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടോ ഞാൻ വേറെ ചോറ് എടുക്കാന്ന്. നീ വേറെ ചോറും കറി എടുക്കണ്ട. ഇതിപ്പോ അത് വീണ സാധനം തന്നെയല്ലേ. എനിക്കിത് വേണ്ട. പിന്നെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ചോറ് കിട്ടുവോ? ഇവിടെ അയലോക്കത്തിന് ആരും വന്നില്ലല്ലോ ഇത് വേവിക്കാൻ. നിന്റെ മുടി തന്നെയാണ്. അമ്മ പറഞ്ഞത് ശരിയാ. എനിക്ക് വേണ്ട. നീ ഒരു കാര്യം ചെയ്യും 200 രൂപ എടുത്തേ. എന്തിന്? ഹോട്ടലിൽ പോയി കഴിക്കാം. ഹോട്ടലിൽ പോവാൻ 200 രൂപ ചോറ് തിന്നാ മതി നിങ്ങള്. ഈ ചോറ് എന്റെ പട്ടിക്ക് കൊണ്ട് കൊടുക്കണേ നീ. മുടിയും നല്ല ഇട്ടിട്ട് ഇനി ചോറ് ഞാൻ എന്താ ക്ലീറ്റോ ഞാൻ കടയിൽ നിന്ന് കഴിച്ചോളാം. വേവിക്കുമ്പോ ഒരു വൃത്തിയില്ല. ദൈവത്തിനെ മറന്ന് നിങ്ങൾ വർത്താനം പറയല്ലേട്ടോ ക്ലീറ്റോ. ഭക്ഷണ സാധനത്തിൽ ഒരു മുടി കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങി പോണവന്മാരെ എന്താ ചെയ്യേണ്ടുന്നത്? നീ തിരിച്ചു വരട്ടെ. എനിക്കറിയാം ഇതിനൊക്കെ എന്താ വേണ്ടിയതെന്ന്. സാമ്പാറിന്നല്ല, സാമ്പാറല്ല ക്ലീറ്റോ ഒഴിച്ചേക്കണത് മീനാ. അപ്പൊ പിന്നെ എങ്ങനെ? അപ്പൊ എല്ലാത്തിനും എന്റെ മുടി വീഴാണ്. അപ്പൊ നിന്റെ മുടി ഇങ്ങനെ പൊഴിഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. അല്ലാതെ അമ്മയ്ക്ക് ചോറ് തരട്ടെ. എനിക്ക് നീ ഇപ്പൊ ചോറ് എന്റെ മനസ്സങ്ങ് നൊന്ത്. എനിക്കിനി വയ്യ. ചോറ് ഉണ്ണണ്ട, ഒന്നും വേണ്ട.